സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഒ.പി. ബഹിഷ്കരിച്ചുള്ള സമരം ആരംഭിച്ചു. ശമ്പള പരിഷ്കരണം, 10 വർഷമായി മുടങ്ങിയ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡോക്ടർമാരുടെ ഒ.പി. ബഹിഷ്കരിച്ചുള്ള സൂചനാ സമരം. ജൂനിയർ ഡോക്ടർമാരും PG ഡോക്ടർമാരും മാത്രമാണ് ഇന്ന് ഒ.പിയിൽ രോഗികളെ പരിചരിക്കുന്നത്. നടത്തിയ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചതിന് പിന്നാലെയാണ് ഒ.പി. ബഹിഷ്കരണ സമരത്തിന്റെ സാഹചര്യം ഉണ്ടായതെന്നും അതിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും KGM-CTA കുറ്റപ്പെടുത്തി. ഒരാഴ്ച കൂടി സർക്കാരിന് സാവകാശം നൽകും. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഡിമാൻഡ്സിൽ വെച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ടും അതിലൊരു പരിഹാരവും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം 2016 വരേണ്ടതാണ്. അപ്പോൾ അത് വന്നത് തന്നെ 2020-ലാണ്. അതായത് 4 വർഷം 9 മാസം കഴിഞ്ഞിട്ടാണ് UGC സ്കെയില് വാങ്ങുന്ന ബാക്കിയുള്ളവർക്കും കൊടുത്തു കഴിഞ്ഞ് 1 വർഷം 8 മാസവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സമരം ചെയ്താണ് ഞങ്ങൾക്കൊരിക്കൽ ആ ഒരു ഓർഡർ ഇറങ്ങുന്നത് തന്നെ. മുമ്പുള്ള ഞങ്ങളുടെ സമരങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ ഈ സമരം തന്നെ ഞങ്ങൾ ജൂലൈ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. പലതവണ ധർണ, പ്രൊട്ടസ്റ്റ്, ക്യാൻഡിൽ ലൈറ്റ് പ്രൊട്ടസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ അക്കാഡമിക്സ് ബഹിഷ്കരിച്ചു കൊണ്ടുള്ള സമര രീതി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടരുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു അനുകൂല നടപടി ഞങ്ങളുടെ അധികൃതരിൽ നിന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ പേഷ്യൻ്റ് കെയർ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സമരമുറകളിലേക്ക് പോവാതെ മറ്റ് നിർവാഹമില്ല. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ റിലേ അടിസ്ഥാനത്തിൽ ഒക്ടോബർ 28, നവംബർ 5, 13, 21, 29 തീയതികളിലും ഒ.പി. ബഹിഷ്കരിക്കും. നഷ്ടപ്പെട്ട ശമ്പള ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പള നിർണയ അപാകത പരിഹരിക്കുക, രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടർമാരെ നിയമിക്കുക, പുതിയ മെഡിക്കൽ കോളേജുകളിൽ താൽക്കാലിക പുനർവിന്യാസത്തിലൂടെ ഡോക്ടർമാരെ നിയമിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് KGM-CTA ഉന്നയിക്കുന്നത്. ജനം, തിരുവനന്തപുരം.